ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം കുറേ സമ്പത്ത് വാരിക്കൂട്ടി ആരോഗ്യം നിലനിർത്താൻ വേണ്ട മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ ഇത് വർദ്ധിപ്പിക്കാനായി നാം ശ്രമിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജന്മോദ്ദേശം ഇതൊന്നുമല്ല. നാം ആരാണെന്ന പരമസത്യം അറിയുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ജന്മത്തിൻ്റെ ഉദ്ദേശം. അതറിയുമ്പോൾ ഇന്ന് നാം കാണുന്ന ഈ വ്യക്തിത്വമല്ല നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നാം നിസാരമായ ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ജനിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു എന്നതിൽ ഉപരിയായി നാം നേടേണ്ട ചില പരമസത്യമുണ്ട്. അതറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാകുന്നു. അതെന്താ? വിത്തം വെരുത്തിരുന്നാലും നിന്റെ മിത്രാദി വർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാനവർ ശക്തരാകുന്നില്ല ശക്തി വയ്ക്കാതെ. വിത്തം വെരുത്തിരുന്നാലും നിന്റെ ധാരാളം സമ്പത്ത് വാരിക്കൂട്ടി കോടീശ്വരന്മാരായി നാം ജീവിക്കുന്നവരുണ്ട്. ബന്ധുമിത്രാദികളെല്ലാം നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇവർക്കാർക്കും തന്നെ മരണത്തെ ജയിക്കാൻ സാധിക്കുകയില്ല. അയാൾ കോടി നേടിയതല്ലേ, ഇപ്പോൾ അയാൾ മരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ ഈ ലോകത്തിൽ ഒരാളുമില്ല. ഈ സമ്പത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ മിത്രാദി വർഗങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ഇവരാരും തന്നെ നമ്മെ അനുഗമിക്കുകയുമില്ല. നാം തനിച്ചാണ് പോകേണ്ടത്. അവിടെ സഹായത്തിനായി ഇവിടെയുള്ള ആരും, ഇവിടെ നമുക്ക് എന്തെല്ലാം ഒരുക്കിത്തരാൻ ആളുകളുണ്ട്. പക്ഷേ നാം ഇവിടം വിട്ട് കഴിയുമ്പോൾ ഒരാളും നമ്മെ അനുഗമിക്കുകയില്ല. താൻ തനിച്ച് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അതിനാൽ നാം നമ്മുടെ ജന്മോദ്ദേശം മറക്കാതെ ആ പരമസത്യത്തെ അറിയുന്നതിന് വേണ്ടി ആയിരിക്കണം ഓരോ നിമിഷവും നാം വിനിയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നാം കൃതാർത്ഥരാവുകയുള്ളൂ. ആ പരമസത്യം ബോധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും നിസാരമായ ലോകവിഷയങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും ഇവയെല്ലാം ക്ഷണികമാണ്, അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ ഇതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആത്മസാക്ഷാത്കാരം നേടുവാൻ ഈ മർത്യദേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് നേടുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മോദ്ദേശം. അത് നേടിയാൽ മാത്രമേ നാം കൃതകൃത്യരാവൂ. ആ കൃതാർത്ഥത കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിത്തം വെരുത്തിരുന്നാലും നിന്റെ മിത്രാദിവർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാനവർ ശക്തരാകുന്നില്ല ശക്തി വയ്ക്കാതെ.